സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗം ഉൾപ്പെടെ അടിസ്ഥാന ജനസമൂഹങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രതിഷേധാർഹമെന്ന് KRLCC. വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് അന്യായമാണെന്നും KRLCC ആരോപിച്ചു. പാവപ്പെട്ടവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതികൾക്കാണ് പ്രസ്തുത നടപടിയിലൂടെ സർക്കാർ ഇപ്പോൾ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനത്തിനും ക്ഷേമത്തിനും ചെലവഴിക്കാൻ നിശ്ചയിച്ചിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രതിഷേധാർഹമെന്ന് KRLCC വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് അന്യായമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ലഭ്യമായിരുന്ന സ്കോളർഷിപ്പുകളിലാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പകുതിയായി വെട്ടിച്ചുരുക്കിയത്. പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പദ്ധതികളിലും വലിയ വെട്ടിക്കുറവാണ് നടത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നതെന്നും KRLCC ചൂണ്ടിക്കാട്ടി. ബിരുദാനന്തര പഠനത്തിനുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള മദർ തെരേസ സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് പുറമെ സിവിൽ സർവീസ് ഫീസ് റീഇംബേഴ്സ്മെന്റ്, വിദേശത്ത് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ്, IIT, IIM സ്കോളർഷിപ്പ് തുടങ്ങി 9 ഇനത്തിൽപ്പെട്ട ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾക്ക് വകയിരുത്തിയ തുക 50% കേരള സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറാൻ ശ്രമിക്കുന്ന നിസ്വരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ലെന്നും KRLCC ഓർമ്മപ്പെടുത്തി. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തികഞ്ഞ പരാജയമായിരിക്കുകയാണെന്നും KRLCC കുറ്റപ്പെടുത്തി. 2024-25 സ്കോളർഷിപ്പായി നൽകാൻ 87.63 കോടി രൂപ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിന് നൽകിയതിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ 1.39% മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളതായി സംസ്ഥാന ആസൂത്രണ ബോർഡ് വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ച നടപടി സർക്കാർ പിൻവലിക്കണമെന്ന് KRLCC ആവശ്യപ്പെട്ടു. വീടുകൾ നവീകരിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും, ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങുന്നതിനും, വിവാഹത്തിനുള്ള ധനസഹായം, പെൺകുട്ടികൾക്കുള്ള വാത്സല്യനിധി എന്നിങ്ങനെ പാവപ്പെട്ടവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതികൾക്കാണ് സർക്കാർ ഇപ്പോൾ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസം മാത്രം ശേഷിക്കെ ആവശ്യമായ പണം അനുവദിച്ച് വിദ്യാർത്ഥികളെ സഹായിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും KRLCC ആവശ്യപ്പെട്ടു. ഷിഗ്ന ന്യൂസ്, കൊച്ചി.